സംഭവിച്ചിരിക്കുന്നത് ഓർമ്മയാണെന്ന് പറയാം. ആ ചേട്ടൻ മരിച്ചു കിടക്കുന്നതാണ്. പ്രദേശവാസികളോട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവം. അപ്പൊ ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് സതീശൻ. അപ്പൊ വീട് എവിടെയാണ്? എൻ്റെ വീട് അതാ കാണോ അങ്ങ് വെച്ചിട്ട്. ഇവിടെ എന്താണ് സംഭവം ഇവിടെ ഉണ്ടായത്? ഈ ചെക്കൻ ഇവന്റെ വീട് അങ്ങ് അവിടെയാ. ഈ ചെക്കൻ ഒരു എന്തോ സാധനം എടുക്കാനോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് എന്തോ ഓടി വന്ന കേട്ടോ തലടിച്ച് വീണു. ഞാൻ രാവിലെ പശു ആടിനെ കൊണ്ട് കെട്ടാൻ വന്നപ്പോ ഇവന്റെ ഡെഡ് ബോഡി ഉണ്ട്. അപ്പൊ ചേട്ടനാണോ ആദ്യമായിട്ട് ഇത് കണ്ടത്? ഞാനാണ് ആദ്യം കണ്ടത്. ഡെഡ് ബോഡി കിടക്കണം കണ്ടിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടി. പാവമാണ് പാവം ചെക്കനാ. നല്ല ഇവിടുത്തെ പഞ്ചായത്ത് വോട്ടിങ്ങിനൊക്കെ നിന്ന് ആരോ കൊന്നതാണെന്ന് അറിയില്ല. അപ്പോൾ നല്ലൊരു യുവാവാണെന്നാണ് ഇവിടുത്തെ എല്ലാവരുടെയും നിഗമനം. അപ്പോൾ നമ്മൾ 24 ന്യൂസിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും 24 ന്യൂസ് ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രദേശവാസികൾ കുറേ ആൾക്കാരോട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആംബുലൻസ് വന്ന് ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോയി. അപ്പോൾ പാവം കൊച്ചായിരുന്നു, എങ്ങാണ്ടാ കയറി വന്നപ്പോ തെന്നി വീണു. അങ്ങനെ ഇവിടെ എങ്ങാണ്ട് 2-3 പേരെങ്ങാണ്ട് മരിച്ചിട്ടുണ്ട്. ഇവിടെ പാലനാക്കിനെ അറിയാവുന്ന. എന്നിട്ട് സർക്കാരിന് ഈ കാര്യം അറിയത്തില്ല. ഇത്ര ദുരിതമായി ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നത് സർക്കാരിന് അറിയത്തില്ല. നിങ്ങൾ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തത്. എന്നിട്ട് ഈ സ്ഥലത്തിന് ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ടാറിയാന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ഇത് നിയോഗമില്ല. എന്റെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. അപ്പൊ നിങ്ങക്ക് സങ്കടമൊക്കെ ഉണ്ടാവൂലേ? അതെ, നല്ല സങ്കടമുണ്ട്. പാവമാണ്. അപ്പൊ ആ പുള്ളിയുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞ അവനെ കുടുംബം അവൻ ഒറ്റയ്ക്ക്. അവൻ്റെ അമ്മയുണ്ട്. അമ്മ നേരത്തെ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അവൻ ഒറ്റയ്ക്കായിരുന്നു. അവന് കല്യാണം വെച്ചാൽ ഇവിടുത്തെ പാർട്ടി കൗൺസിലർമാരൊക്കെ ഉണ്ടായിരുന്ന. നമുക്ക് മരണസ്ഥലം നടന്ന സ്ഥലത്തേക്ക് പോകാം. ഇപ്പൊ ഇവിടെയാണ് ആ ചേട്ടൻ തെന്നി വീണ് മരിച്ചു കിടന്നത്. ഇത് ആരെങ്കിലും കൊന്നതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇവൻ പാർട്ടിക്കൊക്കെ ഉള്ളായിരുന്നു. ഇവനെ ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തെന്നുന്നുണ്ട്. ഇവിടെ നല്ലപോലെ തെന്നുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നപ്പോഴും കണ്ടോ ഇങ്ങനെ വീണ് കാണും. ഞാൻ വീണ പോലെ. അപ്പൊ 24 ന്യൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. സീ യു ലെറ്റർ. പിന്നെ ഒരു